2 വെബ് സീരീസാണ് ഞാൻ ഈ വീക്കെൻഡിൽ കണ്ടത്. അതും ബാക്ക് ടു ബാക്ക് ആയിരുന്നു. ഒന്ന് മലയാളം, ഒന്ന് തമിഴ്. അപ്പോൾ ആദ്യം നമുക്ക് മലയാളം നോക്കാം. സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ എന്ന് പറഞ്ഞ മലയാളം വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുമേഷ് നന്ദകുമാറാണ്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, സ്കോപ്പുള്ള സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ അങ്ങനത്തെ ഒരു സോണിൽ ഈ ഡ്രീം ആൻഡ് റിയാലിറ്റിക്ക് ഇടയിൽ പെട്ടുപോകുന്ന ട്രോമാറ്റൈസ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ നമ്മളധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ അത് ആ സ്കോപ്പ് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സുമേഷിന് പറ്റിയതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ആക്ച്വലി ആദ്യം ഈ റോസ്ലിൻ ഇങ്ങനെ ഡ്രമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ഡ്രീംസൊക്കെ കണ്ട് ഇങ്ങനെ ചാടി എണീക്കുന്ന ഷോട്ടുകൾ കാണുമ്പോൾ നമുക്ക് ഓക്കെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഈ ക്യാരക്ടറിനെ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് വരും. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ സീരീസിൻ്റെ എപ്പിസോഡ്സ് ഇങ്ങനെ ഡ്രാഗിങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഷോട്ടുകൾ ഈ സീരീസിലൊരു റിച്വലാണ്. ഇതിലിങ്ങനെ പ്രത്യേകിച്ചൊരു വേറൊരു ചേഞ്ച് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ എൻഡിലേക്കാണ് ഒരു ഒരു ഗ്രേറ്റ് ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ഈ സീരീസിൽ ബേസിക്കലി ഒരു ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഈ ക്ലൈമാക്സ് എന്ന് പറയുന്നത് മുൻപ് കണ്ട പല സംഭവങ്ങളുടെയും ഇങ്ങനത്തെ സ്റ്റോറി ത്രെഡുകളുടെ ഒരു ഷേഡോ അതിലേക്ക് എടുക്കുന്നതുകൊണ്ട് അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുമാത്രമല്ല അത് ഒട്ടും റിഫ്രഷിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമുക്ക് ആക്ടേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ റോസ്ലിൻ എന്ന് പറഞ്ഞ സെൻട്രൽ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് സഞ്ജന ദീപുവാണ്. അപ്പോൾ സഞ്ജനയുടെ ആക്ടിങ് ഓക്കെയാണ്, പക്ഷെ കൺസിസ്റ്റൻസി കുറവാണ്. പിന്നെ ഇതിൽ വിനീത് മീന കപ്പിൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എനിക്കത് തീരെ വർക്കായില്ല. അതുപോലെ തന്നെയാണ് ഹക്കീം ഷായുടെ ഒരു ക്യാരക്ടർ. അതൊരു മിസ്റ്റീരിയസ് ആയിട്ടൊക്കെ നിൽക്കേണ്ട ക്യാരക്ടറാണ്, പക്ഷെ അങ്ങനത്തെ ഒരു മിസ്റ്ററി ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ആയിരിക്കാം. ഒരു സിംഗിൾ സ്പോട്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പം എന്തോ ഒരു മൊത്തത്തിൽ ഈ സീരീസ് എനിക്കൊരു വളരെ ആവറേജ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡിസപ്പോയിൻറ്റിങ് വാച്ചായിരുന്നു. ഇതിലും ഡിസാസ്ട്രസ് ആയിട്ടുള്ള മറ്റൊരു വാച്ചിലേക്കാണ് പിന്നെ ഞാൻ പോയത്. അത് തടയം എന്ന് പറഞ്ഞ തമിഴ് സീരീസാണ്. നവീൻ കുമാർ പളനി വേലുവാണ് ഈ സീരീസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 90s നടക്കുന്ന സ്റ്റോറിയാണ്. ഒരു സീരിയൽ കില്ലേഴ്സിൻ്റെ കഥ പറയുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് ഈ സീരീസിൽ തീരെ ഇഷ്ടപ്പെടാതിരുന്നത് ഇതിൽ സെൻട്രൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ശിവതയുടെയും അതുപോലെ തന്നെ സമുദ്രക്കനിയുടെയും ഒരു കോൾഡ് പ്രസൻസ് ആണ് ഈ സീരീസിൽ. എനിക്കറിയില്ല, ഒരു വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു പ്രൊസീജിയർ ഡ്രാമയിൽ ഒരു ഒബ്ജക്ട്സ് മൂവ് ചെയ്യണ പോലെയാണ് ഇവർ രണ്ടുപേരുടെയും ഒരു ആക്ടിങ് എനിക്ക് സീരീസിൽ ഫീൽ ചെയ്തത്. ഇപ്പോൾ 90s സെറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതിലൊന്നും വലിയ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് ഈ തമിഴ് ഫിലിംസിലും സീരീസിലും വളരെ ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ് സ്റ്റോറിയിൽ എപ്പോഴും തമിഴ്നാട് പോലീസ് സ്റ്റേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സംഭവം. എപ്പോഴും ഇങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള ബീറ്റിങ്സ്, അതുപോലെ റേപ്സ് അങ്ങനെയൊക്കെയുള്ള ഒരു ക്രിഞ്ച് ഫോർമാറ്റിലാണ് ഇത് കാണുന്നത്. ഈ സീരീസിൽ സെൻട്രൽ പ്ലോട്ടിന് അങ്ങനെയാണ് കണക്ട് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഇതായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സ്റ്റോറി അങ്ങനെ നറേറ്റ് ചെയ്ത ഒരു വിധം എന്ന് പറയുന്നത്. പക്ഷേ ഇത് വേറൊരു സംഭവം, ഇതിൽ നടക്കുന്ന കില്ലിങ്സ് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമോ, ഒരു സംഭവം നടന്നതിൻ്റെ പേരിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമോ, ഇത്രയേറെ മേഡേഴ്സ് നടക്കുമോ എന്നൊരു ഡൗട്ട് നമുക്ക് വരും. അത് ഒട്ടും ജസ്റ്റിഫൈ ചെയ്യാത്തൊരു സ്റ്റോറി ലൈൻ പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് പക്ഷേ ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണെന്നാണ് കേട്ടോ സീരീസിൽ എഴുതി കാണിക്കുന്നത്. ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷേ എനിക്ക് തീരെ ഈ സീരീസും ഒട്ടും എനിക്ക് വർക്കായില്ല. അതുതന്നെ ശിവതയുടെ ഫസ്റ്റ് പോലീസ് റോൾ ഇൻ തമിഴ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ ഒരു രണ്ടുപേരും കോൾഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എൻ്റെ 2 വീക്കെൻഡ് വാച്ചുകളും കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു സീരീസുകളൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു സംഭവം ഞാൻ പറയാം. അതായത് രണ്ടിനും ഡ്യൂറേഷൻ കുറവാണ്. എസ്പെഷ്യലി തടയമൊക്കെ എനിക്ക് തോന്നുന്നു 20 മിനിറ്റ്സ് ആണ് ഒരു എപ്പിസോഡ് ഉള്ളത്. 6 എപ്പിസോഡ്സ് ആണ്. മറ്റേതും 30 മിനിറ്റ്സ് ഹാർഡ്ലി ആണുള്ളൂ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പോവും. അങ്ങനെ ഒരു സംഭവം മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഈ 2 സീരീസും റെക്കമെൻഡ് ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.